ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒരു കാലത്ത് വിറപ്പിച്ചിരുന്ന ഒരു സിംഹഗർജനം ഒടുവിൽ ഇപ്പോൾ ഒരു ദയനീയമായ നിലവിളിയായി മാറിയിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ ചോരയും കണ്ണീരും വീഴ്ത്തിക്കൊണ്ട് അപ്രമാദിത്വം തുടർന്ന മമതാ ബാനർജി എന്ന ദീദിയുടെ രാഷ്ട്രീയ സാമ്രാജ്യം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് വെറും ഒരു രാഷ്ട്രീയ പരാജയത്തെക്കുറിച്ചല്ല. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്തുക. ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് എന്ന വൻമരം വേരോടെ പിഴുതെറിയപ്പെടാൻ പോകുന്ന ഒരു ഞെട്ടിക്കുന്ന നിമിഷങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു വശത്ത് സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തെരുവിൽ തല്ലുകൊള്ളുന്നു. മറുപടിയായി മമതാ ബാനർജി അടിയന്തരമായി വിളിച്ചുകൂട്ടിയ ഒരു MLA-മാരുടെ യോഗം. ആ യോഗത്തിൽ അവിടെയാണ് ആ വമ്പൻ അട്ടിമറി നടന്നത്. ആകെയുള്ള MLA-മാരിൽ വെറും 20 പേർ മാത്രമാണ് ആ യോഗത്തിന് എത്തിച്ചേർന്നത്. ബാക്കി 60 MLA-മാരും എവിടെ പോയി? അവർ മമതയെ ചതിച്ചതാണോ, അതോ കപ്പൽ മുങ്ങാൻ പോവുകയാണോ, അതിൽ നിന്നും ആദ്യം ചാടി രക്ഷപ്പെടുകയാണോ? എന്താണ് തൃണമൂൽ കോൺഗ്രസിന് സംഭവിക്കുന്നത്? തൃണമൂൽ തകരും മുൻപ് സുരക്ഷിത താവളം തേടി അവർ ഓടി ഒളിച്ചോ? പശ്ചിമ ബംഗാളിൽ നിന്നും പുറത്തു വരുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ, ആ വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു കാര്യത്തിലേക്കാണ്. തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി പിളർപ്പിലേക്ക് പോവുകയാണ്. മമതയുടെ കാലിനടിയിലെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, ഒലിച്ചുപോയി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി എങ്ങോട്ട് ബംഗാളിൽ നടക്കാൻ പോകുന്നത് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വമ്പൻ രാഷ്ട്രീയ ഭൂകമ്പങ്ങളാണ്. എന്താണ് യഥാർത്ഥത്തിൽ കാലിഘട്ടിൽ സംഭവിച്ചത്? നമുക്ക് വിശദമായി കാര്യങ്ങളിലേക്ക് വരാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് തൊട്ടു പിന്നാലെ പശ്ചിമ ബംഗാൾ രാഷ്ട്രീയം തിളച്ചു മറിയുകയാണ്. അറിയാമല്ലോ, പാർട്ടിയിൽ വൻ കലാപം നടക്കുന്നു എന്ന് മനസ്സിലാക്കിയ മമതാ ബാനർജി ദക്ഷിണ കൊൽക്കത്തയിലെ കാളിഘട്ടിലുള്ള തൻ്റെ വസതിയിൽ വെച്ച് അടിയന്തരമായി എല്ലാ MLA-മാരെയും വിളിച്ചു ചേർത്ത് ഒരു യോഗം വിളിച്ചുകൂട്ടി. തൻ്റെ അധികാരം കാണിക്കാനും ആ അധികാരം നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊന്ന് ഉറപ്പിക്കാനും അത് ഒന്ന് ബോധ്യപ്പെടുത്താനൊക്കെ ആയിരുന്നു മമതയുടെ നീക്കം. ചായയും പലഹാരങ്ങളും റെഡിയാക്കി മമത കാത്തിരുന്നു. സമയം കഴിഞ്ഞു. ഓരോരുത്തരായി വരുമെന്ന് കരുതി. എന്നാൽ വാതിലിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ ആകെ വന്നത് 1-2 വിരലിലെണ്ണാവുന്നത്ര മാത്രം MLA-മാർ. അങ്ങനെ മമതയുടെ കണ്ണുകൾ തള്ളിപ്പോയ നിമിഷമായിരുന്നു അത്. ഹാളിലേക്ക് കടന്നു വന്നത് വെറും 20 MLA-മാർ മാത്രം. കൃത്യമായി കേട്ടോളൂ, വെറും 20 പേർ മാത്രം. ബാക്കിയുള്ള 60 MLA-മാർ മമതയുടെ മുഖത്ത് നോക്കി പോയി പണി നോക്ക് ദീദി എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നു. ഏകദേശം ഒരു ദശകത്തിന് മേലെ സംസ്ഥാനം ഭരിച്ച പാർട്ടിയുടെ അധ്യക്ഷ, അതും ബംഗാളിൻ്റെ കടുവ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഞാൻ സരോജ് കുമാർ എന്ന് പരിചയപ്പെടുത്തുന്ന മമതയുടെ ആ യോഗത്തിന് ഭൂരിപക്ഷം MLA-മാരും പുല്ല് വില പോലും നൽകിയില്ല. അതിനേക്കാൾ വലിയൊരു നാണക്കേട് ഈ ബംഗാളിൽ ഇനി വേറെ വരാനില്ല. യോഗം പൊളിഞ്ഞു എന്ന് മനസ്സിലായതോടെ മമതയും കൂട്ടരും ആകെ പരിഭ്രാന്തരായി. അയ്യോ, നമുക്ക് എന്ത് പറ്റി? അയ്യോ, നമ്മുടെ പാർട്ടിക്ക് എന്തായി? 60 MLA-മാർ വരാതിരുന്നതോടെ യോഗം അടിയന്തരമായി മാറ്റിവെക്കേണ്ടി വന്നു. അവർ വീണ്ടും വരുമെന്നൊരു പ്രതീക്ഷയോടെ. എന്നാൽ നാണക്കേട് മറയ്ക്കാൻ തൃണമൂൽ വക്താവ് കുനാൽ ഘോഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നും പറഞ്ഞ ന്യായീകരണങ്ങൾ കേട്ടാൽ ചിരിച്ച് മണ്ണ് തപ്പും. ഞാൻ ആദ്യം പറയുന്നതിന് മുമ്പ് നിങ്ങൾ ജാഗരൂകരായി ഇരുന്നോളൂ. കുനാൽ ഘോഷ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഹാജരാക്കാത്ത MLA-മാർ സംസ്ഥാനത്തെ അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനും പോലീസ് അറസ്റ്റ് ചെയ്ത് പാർട്ടി പ്രവർത്തകരെ സഹായിക്കാനും തിരക്കിലായിരുന്നു എന്ന്. എത്ര സുന്ദരമായ ന്യായീകരണം! സ്വന്തം പാർട്ടി അധ്യക്ഷ വിളിക്കുന്ന യോഗത്തേക്കാൾ വലുതാണ് MLA-മാർക്ക് നാട്ടിലെ ക്രമസമാധാന പാലനം എന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണോ ജനങ്ങൾ? അവർ വിഡ്ഢികളല്ല എന്ന് നിങ്ങൾക്ക് ബാലറ്റ് പെട്ടിയിൽ വോട്ട് വീണപ്പോൾ ആ വോട്ടിൻ്റെ എണ്ണം കൊണ്ട് തന്നെ മനസ്സിലായില്ലേ? BJP വൃത്തങ്ങൾ എന്തായാലും കൃത്യമായ സൂചന നൽകിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി പിളരുകയാണ്. ഈ 60 MLA-മാരും മമതയുടെ ഏകാധിപത്യ ഭരണത്തിലും അനന്തരവൻ അഭിഷേക് ബാനർജിയുടെ അഹങ്കാരത്തിലും മനം മടുത്ത് പാർട്ടി വിടാനായി തയ്യാറായി കഴിഞ്ഞു. അവർ പാർട്ടി വിടുകയാണ്. ഇനിയൊരു തിരിച്ചുവരവില്ല. ഈ വന്ന 20 പേരുമായി മമതയ്ക്ക് അനൗദ്യോഗികമായി സംസാരിക്കേണ്ടി അത് വന്നിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു സംസാരത്തിൽ ഭയമായിരുന്നു ഫലം, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു തെളിഞ്ഞു നിന്നത്. പണ്ട് CPM-നെ അടിച്ചിറക്കിയ മമതയ്ക്ക് ഇന്ന് സ്വന്തം MLA-മാരെ ഒരു മുറിയിലൊന്ന് ഒരുമിച്ചിരുത്താൻ പോലും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ല, നട്ടലില്ല, ശേഷിയില്ല എന്നൊക്കെയാണ് ബംഗാളിലെ ജനങ്ങൾ പറയുന്നത്. ഇതിനെയാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ വിളിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഈ പെട്ടെന്നുള്ള തകർച്ചയ്ക്ക് കാരണം പാർട്ടി നേതാക്കൾക്ക് തെരുവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന
പ്രഹരങ്ങളാണ്, അല്ലെങ്കിൽ അടികളാണ്. ഒരു കാലത്ത് തൃണമൂലിലെ ഗുണ്ടകൾ ബംഗാളിലെ പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP പ്രവർത്തകർക്ക് സംഭവിച്ചതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാൽ ഇന്ന് വിധി മാറ്റി എഴുതിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും മമതാ ബാനർജിയുടെ സ്വന്തം അനന്തരവനും പാർട്ടിയുടെ അടുത്ത അവകാശിയുമായ അതായത് പാർട്ടിയുടെ അടുത്ത അവകാശി എന്ന് മമത ഉറപ്പിച്ച അഭിഷേക് ബാനർജി തെരുവിൽ പരസ്യമായി ആക്രമിക്കപ്പെട്ടു. അത്രയും സുരക്ഷയുള്ള, അത്രയും സ്വാധീനമുള്ള അഭിഷേക് ബാനർജിക്ക് പോലും ബംഗാളിൻ്റെ മണ്ണിലൊന്ന് മുഖം മറയ്ക്കാതെ തെരുവിലിറങ്ങാൻ സാധിക്കുന്നില്ല. ഇതുകൂടാതെ പാർട്ടിയുടെ പ്രമുഖ MP ആയി കല്യാൺ ബാനർജിക്കും ക്രൂരമായി തെരുവിൽ വെച്ച് തല്ലിച്ചതയ്ക്കപ്പെട്ടു. കാരണം ചെയ്ത് കൂട്ടിയതിനൊക്കെ പകരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ദയനീയമാണ് ഈ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം അനന്തരവന് തെരുവിൽ തല്ല് കിട്ടുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാനേ, അല്ലെങ്കിൽ വക്കീൽ കുപ്പായോ അണിഞ്ഞിങ്ങനെ നിൽക്കാനേ മമതാ ബാനർജിക്ക് സാധിക്കുന്നുള്ളൂ. ഇതിന് പിന്നിൽ BJP ആണെന്നാണ് അഭിഷേക് ബാനർജി പറയുന്നത്. പക്ഷെ ഒരിക്കലുമല്ല, ജനങ്ങൾ കൊടുക്കുന്നതാണിത്. കാരണം ജനങ്ങളും അത്രത്തോളം ദ്രോഹങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഗുണ്ടായിസം കാണിച്ച തൃണമൂലിന് ഇപ്പോൾ ജനങ്ങളിൽ നിന്നും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ശക്തമായ തിരിച്ചടി കിട്ടുന്നു. അത് താങ്ങാൻ കഴിയുന്നില്ല. മമതാ ബാനർജി ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. പക്ഷെ ഈ 20 MLA-മാരും കൂടി എന്ത് പ്രതിഷേധം ചെയ്യാനാണ്? ജനങ്ങളോട് തെരുവിലിറങ്ങാൻ പറഞ്ഞു. ജനങ്ങൾ പൊക്കോണം എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചു. തൃണമൂൽ പ്രവർത്തകരെയും നേതാക്കളെയും ബംഗാൾ പോലീസ് കൂട്ടത്തോടെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. മമതയുടെ കയ്യിൽ നിന്നും പോലീസിന്റെ നിയന്ത്രണം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ക്ഷമിക്കണം, തോറ്റ അന്ന് തന്നെ മമതയെ പോലീസ് അൺഫോളോ ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം. അത് വൻ വിവാദമായിരുന്നു. അപ്പോൾ ഇതേ തുടർന്നാണ് മമത വണ്ടിച്ചെക്ക് പോലെ ഒരു പ്രഖ്യാപനം നടത്തിയത്. BJPയുടെ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് തലത്തിലും മുനിസിപ്പൽ വാർഡ് തലത്തിലും റാലികൾ നടത്തും. എത്ര പേർ? ഈ 20 പേരും മമതയും. കൊള്ളാം, സൂപ്പർ. എന്തായാലും വരും ദിവസങ്ങളിൽ സെൻട്രൽ കൊൽക്കത്തയിലെ റാണി രശ്മണി റോഡിൽ മമതയുടെ നേതൃത്വത്തിൽ ഒരു ദിവസത്തെ ധർണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ 20 പേരെങ്കിലും വന്ന് തികഞ്ഞങ്ങ് എത്തിയാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പം മമത മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത്. എന്തായാലും നമ്മൾ ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യം: ഭരണം കയ്യിൽ നിന്ന് പോയിട്ടും തെരുവിൽ ധർണ നടത്തേണ്ടി വരുന്ന ഒരു മുൻ മുഖ്യമന്ത്രിയുടെ MLA സ്ഥാനം പോലും കയ്യിൽ നിന്ന് പോയ മുൻ മുഖ്യമന്ത്രിയുടെ അവസ്ഥ കഷ്ടം തന്നെ. ജനങ്ങൾ നിങ്ങളെ കൈവിട്ട് കഴിഞ്ഞു മമതാ ബാനർജി. ഇന്ന് നിങ്ങൾ എത്ര ദിവസം ധർണയിരുന്നാലും ബംഗാളിലെ ജനങ്ങൾ തൃണമൂലിലെ ഗുണ്ടാരാജന് മാപ്പ് നൽകാൻ തയ്യാറല്ല. ഇനി നമ്മൾ കടക്കുന്നത് ഏറ്റവും നിർണായകമായ ഒരു കാര്യത്തിലേക്ക് കൂടിയാണ്. തൃണമൂലിന്റെ തനിനിറം പുറത്തു കൊണ്ടുവരുന്ന ഭാഗത്തേക്കാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗാളിൽ നടന്ന അറസ്റ്റുകളുടെ വിവരങ്ങൾ കേട്ടാൽ ഏതൊരു സാധാരണക്കാരനും മൂക്കത്ത് വിരൽ വെച്ച് പോകും. അഴിമതിയും ക്രിമിനലിസവും തൃണമൂൽ നേതാക്കളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് തെളിയിക്കുന്നതാണ് ഈ പറയുന്ന വിവരങ്ങളൊക്കെയും. മുൻ MLA-മാരും നിരവധി കൗൺസിലർമാരും പ്രാദേശിക നേതാക്കളുമാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? കഷ്ടം തോന്നും നമുക്ക് കേട്ട് കഴിഞ്ഞാൽ. സാമ്പത്തിക അഴിമതി, 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഭീകരമായ ആക്രമണങ്ങളിൽ പങ്കാളിത്തം, കൊലപാതക ശ്രമം, പൊതുപ്രവർത്തകരെയും പോലീസിനെയും ഒക്കെ തടസ്സപ്പെടുത്തൽ. എന്തൊക്കെയാണ്? ഇതാണ് ഒരു രാഷ്ട്രീയ പാർട്ടി? ഇങ്ങനെയാണോ ഒരു തോറ്റത്തിൻ്റെ ആ ഒരു രോഷം തീർക്കേണ്ടത്? പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന റിലീഫ് സാമഗ്രികളും ടാർപോളിനും പുതപ്പും വരെ മോഷ്ടിച്ച് സ്വന്തം വീട്ടിൽ വെച്ചിരിക്കുന്ന തപൻ ചാറ്റർജിയെ പോലെയുള്ള നേതാക്കളാണ് മമതയുടെ വിശ്വസ്തർ. അപ്പോൾ മമതയുടെ നിലവാരം അവിടെ തന്നെ പൊളിയുകയാണ്. ജനങ്ങൾ പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട് തെരുവിൽ കിടക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ടാർപോൾ മോഷ്ടിക്കുന്ന നാണം കെട്ട നേതാക്കളുടെ പാർട്ടിയായി തൃണമൂൽ മാറിയിരിക്കുന്നു. അത്രത്തോളം അധപ്പതിച്ച ഒരു ഭരണമാണ് ഈ ബംഗാളിൽ ഇത്രയും നാൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും അതിന് ഒരു തീരുമാനമായല്ലോ, അത് തന്നെ വലിയ ആശ്വാസം. എന്തായാലും പോലീസ് പൊക്കിയത് ഉത്തർപ്രദേശിലെ ഹാൻഡിലിൽ ഒളിവിൽ കഴിയുമ്പോഴാണ്. 2021 BJP പ്രവർത്തകരെ കൊലപ്പെടുത്താനും വീട് തകർക്കാനും നേതൃത്വം നൽകിയ ഈ ഗുണ്ട ഒടുവിൽ നിയമത്തിന് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നു. ഇനി ബിദാനഗറിലെ അസീസ് അൽ ഹുസൈൻ സിംഗിന്റെ കാര്യമോ? ഒരു സ്ത്രീയെയും അവരുടെ സഹോദരനെയും പരസ്യമായി ആക്രമിച്ച കേസിലാണ് ഈ തൃണമൂൽ നേതാവും അറസ്റ്റിലായത്. അത്തരത്തിൽ തരം താഴ്ന്ന നേതാക്കളുടെ ഒരു വൻ നിര തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മനസ്സിലായല്ലോ ബംഗാളിലെ ജനങ്ങൾക്ക് എന്തുകൊണ്ട് ഈ മാറ്റം അവർ തിരഞ്ഞെടുത്തു എന്നത്. എന്തായാലും മമതയ്ക്ക് ഇനി ഒരു തിരിച്ചുവരവ് അവിടെ ഇല്ല. ഇനി ആ പാർട്ടിയും നശിക്കാൻ പോവുകയാണ്. എന്തായാലും നല്ലൊരു തീരുമാനം. ഒടുവിലെ സ്ത്രീ മുഖ്യമന്ത്രിയും അവരുടെ സർവ്വ അധികാരവും നഷ്ടപ്പെട്ട് സകല പ്രതാപങ്ങളും പോയി ഇപ്പോൾ തെരുവിൽ ഏകയായി നിൽക്കുകയാണ്. ഈ 20 MLA-മാരും ഇവർ പിന്തിരിഞ്ഞോടുമെന്നത് തീർച്ചയാണ്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും കാണാം. നന്ദി.